ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. 2024 നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET PG എന്ന് പറയുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് PG എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ CUET PG എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ വർഷം ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേണും, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തീയതികൾ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സംഗതികൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ അതിൽ വരുന്ന ഡേറ്റ്സുകളാണ്. 2024 ജാനുവരി 24 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. 2024 ജാനുവരി 24 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. 11:50 വരെ അപേക്ഷിക്കാം. അപ്പൊ 11:50 വരെ നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് 25 ജനുവരി 2024 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാം. അപ്പൊ എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്? ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, നിങ്ങൾക്ക് എന്താണ് 4 പേപ്പറിന് വരെ അപേക്ഷിക്കാം. മാക്സിമം യു ക്യാൻ ഓപ്റ്റ് ഫോർ 4 പേപ്പേഴ്സ്. 4 പേപ്പർ വരെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. 4 പേപ്പേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഒരു 2 പേപ്പറിന്, അതായത് അപ്ലിക്കേഷൻ ഫീ അപ് ടു 2 ടെസ്റ്റ് പേപ്പേഴ്സ് എത്രയാണ്? 1200 രൂപയാണ് ജനറലിന് വരുന്നത്. അത് OBC NCL ആകുന്ന സമയത്ത് അത് 1000 ആവും. അത് SC ST തേർഡ് ജനറൽ കാറ്റഗറി ആകുന്ന സമയത്ത് അത് 900 ആവും. PWD ഫിസിക്കൽ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ 800 ആവും. ഇങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇനി ഓരോ കോഴ്സിനും നിങ്ങൾ എന്ത് ചെയ്യണം? 1200 പ്ലസ് 600, 1200 പ്ലസ് 500 അങ്ങനെ നിങ്ങൾ കൊടുക്കണം. 1000 പ്ലസ് 500 എന്നുള്ള സ്വഭാവത്തിൽ അഡീഷണലി വരും. അപ്പൊ 4 പേപ്പറിന് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾ അപേക്ഷിക്കുകയാണെങ്കിൽ 1200 പ്ലസ് 1200 2400 രൂപ കൊടുക്കണം. ജനറൽ കാറ്റഗറിയിൽ OBC ഉള്ള ആൾ 4 പേപ്പറിന് കൊടുക്കുകയാണെങ്കിൽ 500 പ്ലസ് 1000 എങ്ങനെയാണ് 2000 രൂപ ആൾ കൊടുക്കേണ്ടതായിട്ട് വരും. ബാങ്കിൽ വഴി നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് മറ്റ് ചാർജുകൾ ഉണ്ടാവും. UPI വഴി അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജസ് ഒന്നും ഉണ്ടാവുകയില്ല എന്നതാണ്. ഈ പറഞ്ഞ പോലെ മറ്റ് GST സംഗതികളൊക്കെ നിങ്ങൾ കാർഡ് വഴിയൊക്കെ കൊടുക്കാൻ സമയത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഫീസ് സ്ട്രക്ചർ, നിങ്ങൾക്ക് ഫീ അടക്കാനുള്ള സമയം 25 ജാനുവരി വരെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് 2 ദിവസം കിട്ടും. 2024 ജനുവരി 27 മുതൽ 29 ജനുവരി വരെ നിങ്ങൾക്ക് അപേക്ഷയിലുള്ള കറക്ഷൻസ് തിരുത്താനുള്ള ഓപ്ഷൻ കിട്ടും. പിന്നീട് 4 മാർച്ച് നിങ്ങൾക്ക് സിറ്റി ഇന്റിമേഷൻ ലഭിക്കുന്നതായിരിക്കും. 7 മാർച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. 11 മാർച്ച് 2024 മുതൽ 28 മാർച്ച് 2024 വരെയാണ് പരീക്ഷ നടക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 11 മാർച്ച് 2024 ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട സംഗതിയാണ്. അപ്പം 24 ജാനുവരിക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ച് 11 വരെയാണ് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനുള്ള സമയം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഒക്കെ പ്രിപ്പറേഷൻ നടക്കേണ്ട സമയമാണ്. വളരെ വളരെ കൃത്യമായി നിങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. ഇനി എക്സാമിനേഷൻ ഒരു പാറ്റേൺ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 105 മിനിറ്റ്, അതായത് 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് നിങ്ങൾക്ക് എന്തുള്ളത് പരീക്ഷയ്ക്ക് സമയമുള്ളത്. 3 ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ 3 പരീക്ഷ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പേപ്പർ കോഡ് കൊടുക്കുന്ന സമയത്ത് ഒരേ കാറ്റഗറിയിൽ വരുന്ന പേപ്പേഴ്സ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അങ്ങനെ ഷിഫ്റ്റ് മാറിയിട്ടാണ് വരിക. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. COQP 11 12 ഒരു ഷിഫ്റ്റിൽ എന്തായാലും വരില്ല, അത് മാറിയിട്ട് തന്നെ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ കൊടുക്കുന്നത് 3 ഷിഫ്റ്റിലുള്ള 3 കോഴ്സുകൾ കൊടുക്കുകയാണെങ്കിൽ 3 ഒരു ദിവസം തന്നെ വന്നോളന്നില്ല. ചിലപ്പം 2-3 ദിവസമൊക്കെ ആയിട്ടായിരിക്കും വരിക. ഒരു ഷിഫ്റ്റിൽ തന്നെ 2 അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടൈമിങ്ങും സംഗതികളൊക്കെ പിന്നീട് എക്സാമിനേഷൻ വെബ്സൈറ്റിൽ അനോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുക ഈ പറയുന്ന വെബ്സൈറ്റിലൂടെ ആയിരിക്കും. pgcut.samarth.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട തീയതികൾ. ഈ ഡേറ്റുകൾ ഓർത്തു വെക്കുക. നിങ്ങൾ ജനുവരി 24 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്.
അപ്പോൾ അപേക്ഷ നിങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയിട്ടൊക്കെയുള്ള സംഗതികൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് പെപ്പന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CUT-യുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. CUT-യുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പെപ്പ് ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.